ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പതിപോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ കഥയിലൂടെ ഒരു യാത്ര നടത്താറുണ്ട്. കഥയിലുമുണ്ട് കാര്യം, സ്റ്റോറി തെറാപ്പി. എനിക്ക് തോന്നുന്നു സ്റ്റോറി തെറാപ്പി എന്ന് പറഞ്ഞ പേര് നിർദ്ദേശിച്ചതും സ്റ്റോറി പറയണമെന്നുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചതും ജോഷി ജോസഫ് സാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം എന്നുള്ള പേരൊക്കെ ഇട്ടു. 93-ാമത്തെ ദിവസമാണ് കഥയിലുണ്ടൊരു കാര്യം എന്നുള്ള ആ ഒരു പങ്ക്തിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോഷി സാറിനെ പ്രത്യേകം പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും. ജോഷി സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും സായാഹ്ന നമസ്കാരം. ഇന്നത്തെ കഥ വലിയ നീളമുള്ള കഥയല്ല. ഒരു കഥ ഒരല്പം വലിപ്പവും, രണ്ടാമതൊരെണ്ണം വളരെ ചെറിയ ഒരു കഥയുമാണ്. ആദ്യത്തെ കഥയുടെ പേര് വിശപ്പിന്റെ വില ഒരിക്കൽ അറിഞ്ഞാൽ ഒരു മണി അരിയും പിന്നീട് നശിപ്പിക്കില്ല. ചില നീളമുള്ള കഥ പേരാണ്. കഥ ചെറുതും. വിശപ്പെന്നാണ് അതിന്റെ ഒരു ചെറിയ ടൈറ്റിൽ. പി.കെ. ആശിഷ് എന്ന് പറയുന്ന ആള് എഴുതിയ കഥയാണ്. പൊള്ളിത്തുള്ളുന്ന പനിക്കോളിൽ ചെറിയവന്റെ തൊണ്ട നനയ്ക്കാൻ കഞ്ഞി വെള്ളം കാച്ചാൻ ഒരു പോങ്ങന. ഇന്നേക്ക് 2 മോന്തി ഇരട്ടി പുലർന്നു. വാട്ടിയ കയ്പ് കപ്പ മഞ്ഞളിട്ട് കൊടുത്തിട്ട് തൊണ്ട അനക്കിയിട്ടില്ല. കഞ്ഞീന്റെ വറ്റും വെള്ളവും തന്നെ ഇല്ലാണ്ട് ഓന്റെ ഉയിര് ബാക്കി കാണില്ല. കുഞ്ഞിച്ചിരുത ഇടവഴി താണ്ടി കോട്ടപ്പുറം ചന്തയിലെത്തി. കയ്യിൽ ഒരണ ഇരിപ്പില്ല. നാടായ നാട്ടിലേക്കുള്ള കണ്ട നെല്ലും അടക്കയും കായും നാളികേരവും കെട്ടുകെട്ടുകളാക്കി വഞ്ചികളിൽ അടുക്കിക്കൊണ്ട് പോകും. കനോലിക്കായൽ താണ്ടി കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും, കടൽ കടന്ന് കൽക്കത്തയിലേക്കും കൊളംബോയിലും അങ്ങു ദൂരെ പേർഷ്യ വരെയും. പ്രധാനം നെല്ലാണ്. കണ്ടം കൊയ്ത് മെതിച്ചതൊക്കെ ചന്തയിലെത്തും. കോട്ടപ്പുറം ചന്ത തൊട്ടു തീണ്ടാത്ത മുതലില്ല. ഗോവിന്ദന്റെ അരിക്കടയ്ക്ക് മുന്നിൽ അരിച്ചാക്കുകൾ അടുക്കി വച്ചിരിക്കുന്നു. ചന്തത്തിരക്കിനിടയിൽ കൈവണ്ടിക്ക് കീഴെ ചിതറി വീണ അരിമണികൾ ഓരോന്നായി കോന്തലത്തലപ്പിലേക്ക് പെറുക്കി തുടങ്ങി. ചുരുതയ്ക്ക് ഉള്ളൊന്ന് കാളി മുറുക്കാൻ കാർക്കിച്ചൊന്ന് തുപ്പി. നെഞ്ചു കുത്തണ നോട്ടം കൊണ്ട്, എന്താ ചുരുതേ, നിന്റെ നെല്ലിന്മേലാ നിന്റെ കണ്ണ? ആരാന്റെ മുതല് തന്നെ തിന്നണല്ലേ? അല്ലെങ്കിലും മണ്ണടിഞ്ഞു പോകുന്നതും അവനവന് വേണ്ടാഞ്ഞിട്ടും ആരാൻ എടുക്കണത് അതൊരു അരിയുടെ ആയാലും നെല്ലിന്റെ മണിയായാലും ചിലർക്കത് സഹിക്കത്തില്ല. താണു വണങ്ങി മാറി നിന്നാൽ കാലവും പീഡികക്കണക്കും നേരാണെങ്കിൽ ചണച്ചാക്ക് പിന്നി മണ്ണിൽ വീണ നെന്മണി ചവിട്ടി ഗോവിന്ദൻ നടന്നു പോകും. ഇനി അത് പെറുക്കിയെടുക്കാമെന്ന് സാരം. നേരത്തിന് ഉറക്കം പണം തരാത്ത
പുറം നാട്ടുകാരോടുള്ള കലി പൂണ്ടിട്ടാവും. ആ നേരത്താണെങ്കിൽ പുലയാട്ട് പറഞ്ഞ് ആട്ടി ഓടിക്കും. ഓന്റെ പരിക്കോള് കൊണ്ട് കൈത്തണ്ട പൊള്ളിയപ്പോൾ ഓർത്തില്ല ഓന്റെ ചുണ്ടിലെ വയറ്റിലെ കാളനിന്റെ അരിവെള്ളത്തിന്റെ രുചി മാത്രമേ ഓർത്തുള്ളൂ. കടന്നുപോടി കള്ളിച്ചി എന്ന ആക്രോശവും തെറിച്ച് കൈമുട്ട് കുത്തി വീണതും ഒന്നിച്ചാണ്. മുട്ടുകുത്തി ചോര പൊടിഞ്ഞു. ചന്ത ഒരു നിമിഷം ചുരുങ്ങി. ഗോവിന്ദന്റെ അരിപ്പീടിയേക്ക് മുന്നിലെത്തി പതിയെ അതാതിന്റെ തിരക്കുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. പതിവാണ്. തലകുനിച്ച് കൈത്തണ്ട ചുരുട്ടി ചിരുത ഇടവഴി താണ്ടി. നീറുന്നത് എവിടെയാണെന്ന് മനസ്സിലായില്ല. പെരേന്റെ മുന്നിലെത്തി. ഉള്ളംകൈ നിവർത്തി ഒരു പിടി നെല്ല്. നെല്ല് കുത്തി തവിടോടെ പുഴുങ്ങിയെടുക്കുമ്പോൾ ഓളുടെ നെഞ്ചൊന്ന് താണു. ചെറിയോന്റെ പനിയും. അവൻ പഠിച്ച് വക്കീലായി, മക്കളായി, വീടായി, പൈസയായി, പത്രാസായി. പക്ഷേ മക്കളെ 2 മണി ചോറ് കളയുമ്പോൾ വക്കീൽ ആക്രോശിക്കും. എന്തിന്റെ നിഗളിപ്പുണ്ടായിട്ടാ ഇവറ്റ കേൾക്കുന്ന? അയാൾക്ക് അത് മാത്രം സഹിക്കാൻ പറ്റാറില്ല. ആ സമയങ്ങളിൽ അയാളുടെ ഭാവങ്ങൾ ഗോവിന്ദനോളം ഉണ്ടായിരുന്നു. അതേ ആക്രോശം, അതേ തീവ്രത. പട്ടിണി മൂത്ത് ദീനം വന്നാണ് ചിരുത പോയത്. ജീവൻ പോണതിന് മുന്നേ തള്ള ആഗ്രഹിച്ചിട്ടുണ്ടാവും കുറച്ച് വറ്റും വെള്ളവും. അതുപോലും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഓരോ അരിമണിയിലും വിശപ്പിലും രുചിയിലും അയാൾക്ക് ആസ്വദിക്കാൻ മാത്രം ഒന്നും പിന്നെ അയാൾ കണ്ടില്ല. എല്ലിച്ചു കുഴിഞ്ഞ 2 കണ്ണുകൾ അല്ലാതെ. ഇതാണ് ഒന്നാമത്തെ കഥ. അടുത്ത കഥ വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞാൻ അതും കൂടി ചേർത്ത് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ഒന്നിച്ച് ചർച്ച ചെയ്യും. അപ്പൊ മറന്നുപോകല്, ആദ്യം അവതരിപ്പിച്ച കഥ വിശപ്പാണ്. വിശപ്പ് ഓർക്കുമ്പോൾ തന്നെ കഥ മുഴുവൻ മനസ്സിൽ തെളിഞ്ഞു വരുമല്ലോ. അടുത്ത കഥയുടെ പേര് മടി എന്നാണ്. ഹരി വടശ്ശേരി എന്നാണ് കഥാകൃത്തിന്റെ പേര്. അച്ഛൻ ആസന്ന മരണനായപ്പോൾ മകനെ അരികിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: മോനെ, അടുത്ത വീട്ടിൽ നിനക്കൊരു നേരം ഭക്ഷണം കഴിക്കാൻ പാകത്തിന് അച്ഛൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. അച്ഛന്റെ കാലശേഷം അത് പോയി നീ കഴിക്കണം. അത് നീ കളയരുത്. മകൻ പറഞ്ഞു, ശരി അച്ഛാ, ഞാനത് കളയില്ല, കഴിച്ചോളാം. വീണ്ടും അച്ഛൻ, അതുപോലെ അതിനപ്പുറത്തെ വീട്ടിൽ അത്യാവശ്യത്തിനുള്ള കുറച്ച് പണവും കടമായി കിട്ടും. അതും നീ കളയരുത്. മകൻ തലയാട്ടി, വാങ്ങിക്കോളാം. അച്ഛൻ തുടർന്നു. അതിനുശേഷം അപ്പുറത്തുള്ള വീട്ടിൽ അച്ഛൻ പണിയെടുത്തിരുന്ന ഒരു തൂമ്പയുണ്ട്, നീ അതും പോയി വാങ്ങണം. മകൻ ചോദിച്ചു,
എന്തിനാണ് തൂമ്പ? അച്ഛൻ പറഞ്ഞു, മേൽ പറഞ്ഞ ആദ്യത്തെ 2 വീട്ടിലെയും പറഞ്ഞു വെച്ച സംഗതികൾ നീ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് തൂമ്പ ആവശ്യമായി വരും. മടി മാറ്റിയാൽ ആ തൂമ്പ നിനക്ക് അലങ്കാരമാവില്ല. അപ്പോൾ 2ാമത്തെ കഥയും പൂർണ്ണമാകുന്നു. ആദ്യത്തെ കഥയുടെ പേര് വിശപ്പ്, 2ാമത്തെ കഥയുടെ പേര് മടി. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ഞാൻ നിർത്തുന്നു. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, താങ്ക് യു. സാറേ കഴിഞ്ഞോ? കഴിഞ്ഞു. 2 അവതരിപ്പിച്ചു. യെസ്, വെരി ഗുഡ്, താങ്ക് യു. സോ ശ്രീകുമാരി മാം പറഞ്ഞോളൂ. അത്യാവശ്യം അല്ലാതെ കഴിക്കരുതെന്ന. അത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാവൂ. തീരെ എങ്ങനെ കഴിക്കാം? വിശപ്പിന്റെ വിലയുടെ കഥയാണ് ആദ്യമായിട്ട് സാർ അവതരിപ്പിച്ചത്. വിശപ്പ് അറിഞ്ഞവർക്ക് അതിന്റെ വില മനസ്സിലാവും. ഒരു മണി അരി പോലും തറയിൽ കളയാൻ അവർ സഹിക്കില്ല. വിശപ്പ് കൊണ്ട് അവസാനം മോൻ പഠിച്ചു വയ്ക്കില്ലായി എങ്കിലും ഒരു അരി ചോറോ എന്തെങ്കിലും കളയുമ്പോ അമ്മ അത് സഹിക്കില്ല. അതിൽ കൂടെ ഒരു നല്ല ഗുണപാഠമാണ് നാം പഠിക്കുന്നത്. കൊട്ടും കളയാതെ എല്ലാം. ആ അന്നം ആഹാരസാധനം ഒന്നും തന്നെ കളയാൻ പാടില്ല. പഠിച്ചെടുക്കുക അവൻ മിടുക്കനായി വയ്ക്കില്ല. അടുത്തതാണെങ്കിൽ മടിയാണ്. അച്ഛൻ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് മകനെ വിളിച്ച് പറയുകയാണ്, മകനെ നീ അടുത്ത വീട്ടിൽ നിനക്ക് പണം വെച്ചിട്ടുണ്ട്, അതിനടുത്ത വീട്ടിൽ എന്താണ്, ആദ്യത്തെ വീട്ടിൽ എന്താണ് വെച്ചിരിക്കുന്നത്? ഭക്ഷണം. നീ അപ്പുറത്തെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക, അച്ഛന്റെ കാലം കഴിഞ്ഞു. അത് കഴിയുമ്പോൾ നിനക്ക് അതിൻ്റെ അടുത്ത വീട്ടിൽ പണം വെച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛൻ നല്ലൊരു പാഠമാണ് മകനെ പഠിപ്പിക്കുന്നത്. അച്ഛൻ മടിയില്ലാതെ ജീവിതത്തിൽ സമ്പാദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, മടിയനാകരുത്. അതിനു വേണ്ടിയുള്ള ഉപാധിയാണ് അച്ഛൻ വെച്ചത് എന്നുള്ളത് അവന് 3ാമത്തെ തൂമ്പയുടെ കഥ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എന്തിനാണ് തൂമ്പ എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആ കടം വീട്ടാനാണ് എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. പണവും ഭക്ഷണവും വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കടം വീട്ടണമല്ലോ. അപ്പൊ പിന്നെ സ്വയം അധ്വാനിക്കാതെ പറ്റില്ല എന്നുള്ളതാണ് അച്ഛൻ മകൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. മകനെ ഒരു എന്താണ് സ്ഥിരോത്സാഹിയായി അധ്വാനിയായി മാറ്റി, മടുപ്പ് ഉളവാക്കാതെ മടി മാറ്റുക, അവന്റെ മടി മാറ്റി മിടുക്കനാക്കുക. ജീവിതത്തെ പറ്റി അച്ഛൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, എങ്ങനെ ജീവിക്കണം എന്ന്. മരണാസന്നനായി കിടന്നിട്ടും മകന്റെ കാര്യത്തിലുള്ള ആ ഉത്തരവാദിത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു സാർ. ഇത്രയാണ് എനിക്ക് മനസ്സിലാവുന്നത്. നല്ലൊരു കഥയാണ്, നല്ല ഗുണപാഠം ഉള്ള കഥയാണ് സാർ പറഞ്ഞത്. ഓക്കെ മാം, താങ്ക് യു. ഓമന ടീച്ചർ കേൾക്കാം? താങ്ക് യു സാർ. 2 കഥയും ചെറിയ കഥയാണെങ്കിലും ഒത്തിരി വലിയ കഥയായിരുന്നു. ആദ്യത്തെ കഥയിലെ ഭക്ഷണം വറ്റ് കളയാത്ത അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വീട്ടില് പട്ടിണി ഇല്ലായിരുന്നെങ്കിലും വറ്റ് കളയാൻ സമ്മതിക്കരുത്. അതൊരു കണ്ടീഷനിങ് ആയി എൻ്റെ കൂടെ ഇങ്ങ് പോകുന്നു. ഞാൻ എൻ്റെ പിള്ളേരെല്ലാം ഭക്ഷണം കളയാതെ കഴിക്കാൻ പഠിച്ചു. പിന്നെ ഞാൻ എച്ചമായ സ്കൂളിലുള്ള കുട്ടികളും അങ്ങനെ ഭക്ഷണം കളയാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കി. അപ്പൊ പിള്ളേര് കൊണ്ടുവന്ന് കാണിക്കുമായിരുന്നു പാത്രം. ചെറിയ പിള്ളേരൊക്കെ എച്ചമ്മ ടീച്ചറെ പാത്രം കാണിക്കാൻ വരുമായിരുന്നു, ഇങ്ങനെ മുഴുവൻ കഴിച്ചു എന്നുള്ള ക്രെഡിറ്റ് കിട്ടാൻ. പക്ഷെ കുട്ടികൾ മുഴുവൻ കഴിക്കുമ്പോൾ ആ ഭക്ഷണം വയറ് നിറഞ്ഞില്ല എന്നൊരു ഫീല് മറ്റുള്ളവർക്ക് വരുന്നത് ഞാൻ കണ്ടു. മുഴുവൻ കഴിക്കാൻ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പം PTA പ്രസിഡന്റ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, പിള്ളേർക്കൊന്നും വയറ് നിറഞ്ഞില്ല. ഞാൻ ആരുടെയും പാത്രത്തിൽ ഒന്നും ബാക്കിയില്ലല്ലോ. അപ്പോഴാണ് അങ്ങനെ ഒരു വേർഷൻ അതിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഭക്ഷണം ബാക്കി വെച്ചാലേ വയറ് നിറഞ്ഞു എന്ന് മറ്റുള്ളവർക്ക് തോന്നുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത് അന്നേരമാണ്.
വളരെ ലേറ്റായിട്ട്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കളയാതെ കഴിക്കുന്നത് ഒരു മര്യാദയാണ്. അത് പട്ടിണി കൊണ്ടല്ല, അല്ലാതെ തന്നെ നമ്മൾക്ക് ഒരു കൃതജ്ഞത വേണമല്ലോ. നമുക്ക് ആവശ്യമുള്ളതിനോടും വേണ്ടുന്നതിനോടും നമുക്ക് ലഭിക്കുന്നതിനോടൊക്കെ ഒരു കൃതജ്ഞത വേണമല്ലോ. അപ്പം ഭക്ഷണം കളയാതെ കഴിക്കുന്നത് ഒത്തിരി ഒരു മര്യാദയാണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്, എല്ലാമാണ്. പക്ഷെ കളയാതെ കഴിക്കാൻ ആരും ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പം ഈ അരിയൊക്കെ റേഷനൊക്കെ വെറുതെ കിട്ടിയാൽ അതൊക്കെ അളവില്ലാതെ അടുപ്പയിലിട്ട് വേവിച്ചേച്ച് അപ്പുറത്തെ വല്ല നീർച്ചാലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തും ഇടവഴിയിലൊക്കെ കളയുന്നത് കാണാം ഇവിടെയൊക്കെ. ഈ കാട്ടുപന്നി മക്കളെ കൊണ്ട് വന്ന് ചോറ് തിന്നുന്ന കണ്ടിട്ടുണ്ട് അപ്പുറത്തൊക്കെ, ഇങ്ങനെ ചോറ് കൊണ്ടിട്ടിട്ട് സ്ഥിരമായിട്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല ശീലങ്ങളൊക്കെ ഇപ്പം വല്ലാതെ കുറഞ്ഞു വരുവാണ്. ഇപ്പം ദാരിദ്ര്യം ഇല്ലല്ലോ. നമുക്ക് മാത്രമേ കുറച്ച് ദാരിദ്ര്യം ഇല്ലാതെ ഉള്ളൂ. ഇന്ത്യ ഒത്തിരി പട്ടിണി പാവങ്ങളുടെ നാട് തന്നെയാണ്. നമ്മളൊരു ഭക്ഷണം കുറച്ച് കളയാതിരുന്നാൽ ആ ഭക്ഷണം എങ്ങനെ ആ പട്ടിണി പാവത്തിന് കിട്ടുമെന്നൊക്കെ ആൾക്കാർ മറുപടി ചോദിക്കും. പക്ഷെ നമുക്ക് നമ്മൾ കളയാതെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ. അരിയൊക്കെ അടുപ്പയിലിടുമ്പം ആവശ്യത്തിന് ഇടുന്നത് ഒരു ശീലമൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് നല്ലതാണ്. പണ്ട് ആളുകൾ ഒത്തിരി പട്ടിണി കിടന്നായിരുന്നു. അതൊന്നും ഇപ്പം നമ്മൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന്റെ രണ്ടാമത്തെ കഥ സാധാരണ എപ്പോഴും പറയുന്നതാണ്. അടുത്ത വീട്ടിലൊരു ചോറുണ്ട്, അത് കളഞ്ഞേക്കരുതെന്നാ പറയാറ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഉണ്ടാ പിന്നെ രണ്ടാമത് പോകാൻ പറ്റില്ലല്ലോ. ഒരു പ്രാവശ്യം പോലും പോകാതിരിക്കുവാണെങ്കിൽ ആ ചോറ് എപ്പോഴും അവിടെ കാണും. ആ ഒരു ചോറ് അവിടെ ഉണ്ടാകും. നമുക്ക് ഒരു പ്രാവശ്യമല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്ഥിരം ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. സാർ അതൊരു കഥയായിട്ട് കൊണ്ടുവന്നപ്പോൾ ഒത്തിരി ഭംഗി വന്നു. പിന്നെ മൂന്നാമത്തെ വീട്ടിലെ തൂമ്പ ഒത്തിരി ഒത്തിരി രസമായി പോയി. മകൻ എന്തിനാണ് ആ തൂമ്പ എനിക്ക് ഞാൻ കഷ്ടപ്പെടാനുള്ള ആളല്ലല്ലോ എന്നുള്ള എൻ്റെ ആ ആറ്റിറ്റ്യൂഡ്, തൂമ്പ എടുക്കാൻ പറഞ്ഞപ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡ് ഒത്തിരി രസം തോന്നി. അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണത്. നല്ല രണ്ട് കഥ സാറ്, ചെറിയ കഥകളാണെങ്കിലും ഒത്തിരി നന്നായി അവതരിപ്പിച്ചു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ആദ്യം തൂമ്പയായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. രണ്ടാമത്തെ അടുത്ത വീട്ടിലെ ആഹാരം കഴിക്കാതെ നോക്കുക എന്നുള്ളതാണ്. ആദ്യം തൂമ്പയാണ് എടുക്കേണ്ടിയിരുന്നത്. അവര് കഥ ഉഗ്രനായിട്ടുണ്ട് അല്ലേ? തൂമ്പ എടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്ന ആഹാരത്തിന് മിതത്വം ഉണ്ടായിക്കോളും. ആവശ്യത്തിന് കഴിക്കത്തുള്ളൂ അല്ലേ? മോഹൻദാസ് സാർ പറയൂ. സാർ 10 മിനിറ്റ് കൊണ്ട് ജീവിതത്തിന്റെ പല പാഠങ്ങളും പഠിപ്പിച്ചു. 2 കഥയിൽ കൂടി. ഒന്ന്, അധ്വാനിക്കണം, അധ്വാനിച്ച് കഴിക്കുന്നതേ വേഗത്തിൽ പിടിക്കൂ. അങ്ങനെ ഒരു അധ്വാനത്തിൽ കൂടി കാശ് കണ്ടെത്തി ആഹാര സാധനം വാങ്ങിച്ച് കഴിക്കുന്ന ആൾ ഒരിക്കലും അത് വെറുതെ കളയത്തില്ല. ആ കളയുന്നത് കാണുമ്പോൾ തന്നെ മനസ്സ് വേദനിക്കും. കാരണം ഈ 1963-ലൊക്കെയാണെന്ന് തോന്നുന്നു ചൈനയുടെ യുദ്ധം, ഇന്ത്യയും ചൈനയുള്ള യുദ്ധം. ആ സമയത്തൊക്കെ ഇന്ത്യയിൽ വളരെയധികം ഭക്ഷണത്തിനുള്ള ഇതുണ്ടായിരുന്നു, ലഭിക്കാൻ കുറവായിരുന്നു എന്നുള്ളതൊക്കെയാണ് കേട്ടുള്ളത്. ആ കാലഘട്ടത്തിലാണ് റേഷൻ തുടങ്ങുന്നത്. ആ റേഷൻ കിട്ടുന്നത് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് ഇതായിട്ടുള്ളതാണ്. അന്ന് ഈ പറഞ്ഞ പോലെ സമ്പന്നരെന്നോ പിന്നെ ഈ പറഞ്ഞ പോലെ വർഗവിഭജനമൊന്നും ഇല്ല. എല്ലാവരും നിന്ന് റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുകയും കുറെ കഴിയുമ്പോഴാണ് ഗോതമ്പ് വരുന്നത്. പഞ്ചാബിലുള്ള ഗോതമ്പ് വന്നിട്ട് നമുക്ക് ശീലമില്ലാത്ത ഒന്നായിരുന്നു ഈ ചപ്പാത്തിയും അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള ദോശയും മറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം. എനിക്കെന്നാൽ എൻ്റെ ഒരു 8-9 വയസ്സായിരിക്കണം. അപ്പൊ അറിവ് വെച്ച് തുടങ്ങിയതാണ്. ഞാൻ റേഷൻ കടയിലൊക്കെ പോയി ക്യൂവിൽ നിന്ന് അത് മേടിക്കുന്ന ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അത് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ അരി കിട്ടുമായിരുന്നു. റേഷൻ വളരെ മോശമായ അരി എന്ന് പറഞ്ഞാൽ ആന്ധ്രയിൽ നിന്നാണ് വരുന്നത്. അതിന്റെ പേര് തന്നെ ഇരുമ്പ് അരി എന്നാണ്. എനിക്കൊന്നും ആന്ധ്രയുടെ ഒരപ്പുറത്ത് വിടുന്നതാണ്. വെള്ളമില്ല, ഒരേ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് വീണ്ടും ആ നെല്ല് വേവിച്ചെടുക്കുമ്പോൾ അത് കറുത്ത് ഇരുണ്ട്, എത്ര തവണ വേവിച്ചാലും ഇത്ര ചൂടിൽ അല്ലെങ്കിൽ തീ ഇട്ടാലും വേഗത്തില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കും ഇരുമ്പരിയുന്നത്.
അത് ഈ റേഷൻ കിട്ടാത്ത ഒരു നിധി റേഷൻ കിട്ടുന്നിടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അമ്മ തൊട്ട് അടുത്തുള്ള വളരെ കൂലി വിലയ്ക്ക് പോകുന്നവരുണ്ട്, ചെരുപ്പ് കുത്തിയും കുട നന്നാക്കുന്നവരൊക്കെ ഉണ്ട്. അവരുടെ വീട്ടിലേക്ക് അവർ ചിലപ്പോൾ വന്ന് മേടിച്ചിട്ട് പോകാറുണ്ട്. അപ്പൊ അത്ര അവസ്ഥയുള്ള ഒരു ഇതായിരുന്നു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോയത്. പിന്നെയാണ് ഈ പറഞ്ഞ പോലെ പിന്നെ ഗ്രീൻ റവല്യൂഷൻ മറ്റേക്ക് വന്ന് അത് മാറി, ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറി. മാത്രമല്ല ഈ പറഞ്ഞ പോലെ 10-40 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന നെല്ല് വെറും 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അത് എന്താ പറഞ്ഞാല് വളരെയധികം ഓമനറ്റ് പറഞ്ഞാൽ വേസ്റ്റാക്കി കളയുന്ന ഒരു പ്രവണത കാണുന്നു. അത് പാടില്ല എന്നുള്ളതാണ്. എത്ര ഇതായാലും ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവിനെങ്കിലും ഉള്ള പൈസ കൊടുത്തായിരിക്കും ആൾക്കാർ വാങ്ങിക്കേണ്ടത്. അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ വായിച്ചു, എന്താ പറഞ്ഞാൽ ഒരു വാട്സാപ്പിൽ ഇതല്ല, ഒരു വടക്കേ ഇന്ത്യയിലെ ഒരാൾ എന്ന് പറയുന്നുണ്ട്, അയാള് ഭാഗം കഴിഞ്ഞ് എല്ലാം ആയി, ഒരു ജോലിക്കും പോകുന്നില്ല. ഈ മടി എന്നുള്ള കാര്യം വന്നപ്പോഴാണ് പറയുന്നത്. കാരണം വെച്ചാൽ ആൾക്ക് അരി കിട്ടുന്നുണ്ട്, ആഹാരം വയ്ക്കാനുള്ളത്, കിടക്കാനുള്ള കിടപ്പടം കിട്ടുന്നുണ്ട്, സ്കൂളിൽ പോയ കുട്ടികൾക്ക് യൂണിഫോം കിട്ടുന്നുണ്ട്, പഠിക്കാനുള്ള പുസ്തകം കിട്ടുന്നുണ്ട്, അവർക്കുള്ള ആഹാര സാധനം കിട്ടുന്നുണ്ട്, ബസ്സിൽ പോകുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് പിന്നെ ഇത് കുറെ കഴിയുമ്പം അവരെ പെൺകുട്ടികളാണെങ്കിലും ഇതാണെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ അതിനും ഗവൺമെന്റ് എന്നുള്ള പദ്ധതിയുണ്ട്. ഇങ്ങനെ എല്ലാം ഇത് കഴിയുമ്പോൾ പിന്നെ അവൻ എന്തിനാ ധനിക്കുന്നു, ആർക്ക് വേണ്ടി സമ്പാദിക്കുന്നു എന്നുള്ളത് അത് കളിയാട്ടാണെങ്കിൽ പോലും അത് കാര്യമായിട്ടുള്ളതല്ല. അപ്പൊ ചോദിച്ചാൽ അടുത്ത തലമുറയ്ക്ക് എന്റെ മോന് അവനും എന്നെ പോലെ തന്നെ എന്നല്ലേ ഇതേപോലെ ഇതെല്ലാം അവനും കിട്ടുമല്ലോ, ആനുകൂല്യം കിട്ടുമല്ലോ, പിന്നെ എന്തിനാ അവൻ പണിയെടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ മടി എന്നുള്ളതിനും അവിടേക്ക് ഇതാവുന്നുണ്ട്. കാരണം അവനവന് അധ്വാനിക്കേണ്ട ഒരു സാഹചര്യം വേണം, എങ്കിലേ അതിന്റെ ഫലം അനുഭവിക്കാൻ അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള മനസ്സുണ്ടാകത്തുള്ളൂ. നന്നായിരുന്നു സാറെ കഥ. മാത്രമല്ല സാറിന്റെ അവതരണമാണ് എന്താ പറയാനല്ലേ, മറ്റേ ചിരിതയോടൊക്കെയുള്ള ചോദ്യങ്ങളും ആ ഗോവിന്ദന്റെ അരിപ്പീടികയിലെ പറയ വീണ് കോഴിയോ അല്ലെങ്കിൽ പക്ഷികളോ കൊത്തി കൊണ്ടുപോയെന്ന് പോവുമായിരുന്നു, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ഒലിച്ചോ ആൾക്കാർ ചവിട്ടി കൊണ്ടുപോകുന്ന അരിയാണ് അവർ പറക്കിയെടുത്തത്. എന്നിട്ട് പോലും അത് വെറുതെ വേറെ ആൾ എടുക്കൊണ്ട് പോകുന്നത് ഒന്നത് ആ ചിരുതയുടെ രൂപം കണ്ടിട്ടാണോ, ഇല്ല അവരെ കാണാതിരിക്കാനുള്ള ഒരു വ്യഗ്രത കൊണ്ടാണോ അവരാട്ടി ഓടിച്ചതെന്ന് അറിയത്തില്ല. കാരണം ചിലപ്പോൾ അവിടെ അപശകുനമായിട്ടോ അല്ലെങ്കിൽ ആ കടയുടെ ഇതായിട്ട് ഒരു പിന്നെ പൂരമായിട്ട് മാറുമോ എന്നുള്ളത് കൊണ്ടായിരിക്കും ഗോവിന്ദൻ ഓർക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല, ഗോവിന്ദന് അങ്ങനത്തെ ഒരു വികാരം ഉണ്ടായെന്നത് അറിയത്തില്ല. പക്ഷെ അതും പിറക്കി കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് മോന് കഞ്ഞി വെച്ച് കൊടുക്കുന്ന ആ അവസ്ഥയിലും ആ അവസ്ഥ കണ്ടു വളർന്ന മോൻ ആ മനസ്സ് മാറാതെ തന്നെ മറ്റവരെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് കാത്തു സൂക്ഷിച്ചു എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. സാറിന്റെ അവതരണമാണ് പ്രധാനം. അത് ഓരോ വാക്കുകളും നിർത്തിയും പിന്നെ അവർ പറയുന്നത് ആ വികാരത്തോടുകൂടി പറഞ്ഞ നന്നായി സാറ്, സന്തോഷം. ഓക്കെ, ഇനി ആരാ പറയുന്നേ? നസീം മാം ഉണ്ട്, ഉഷ മാം. അപ്പൊ ആദ്യത്തെ കഥ വിശപ്പാന്ന് തോന്നുന്നുണ്ടല്ലേ, ഞാൻ വരുമ്പോ തുടങ്ങിയത് ഗോവിന്ദന്റെ അരിമണി. അപ്പൊ വിശപ്പറിഞ്ഞവർക്ക് വിശപ്പിന്റെ വില അറിയൂ, അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അതായത് ഈ വേസ്റ്റ് കൊട്ടേന്ന് പറക്കി തിന്നണ മക്കള് നമ്മളെ നാട്ടിലുണ്ട്. വേറെ പിക്ചറൊന്നും കാണേണ്ട ആവശ്യമില്ല, പലയിടത്തും ചേരില് തന്നെ നമുക്ക് കാണാവുന്നതാണ്. കാത്തു നിൽക്കണ്ട ആൾക്കാര് പോകുമ്പോ ഒളിച്ചു നിന്നിട്ട് എടുക്കണ കണ്ണില് കണ്ടിട്ടുണ്ട്. വയറ് നിറച്ച മൃഷ്ടാന്ന ഭോജനം 3 നേരം വിട്ട് വിഴുങ്ങി ഏമ്പക്കിടുന്നവർക്ക് വിശപ്പിന്റെ ഇതല്ലേ, അതല്ല ഭക്ഷണത്തിന്റെ മൂല്യോ അധ്വാനിക്കുന്നവന്റെ പ്രയാസോ ഒന്നും അറിഞ്ഞുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അരവയറുണ്ട്, അര മുറുക്കി ഉടുത്ത് ബാക്കി അല്പം വെള്ളവും വായും ഉൾക്കൊള്ളാൻ വിടുമ്പോ ആ ഭക്ഷണത്തിന്റെ മൂല്യവും വിശപ്പിന്റെ ആ ആസ്വാദനവും ഭക്ഷണം തയ്യാറാക്കുന്നവനോടുള്ള ഒരു കൃതജ്ഞതയും കർഷകനോടുള്ള സ്നേഹവും, കാരണം അവന് വിശക്കുമല്ലോ, കാരണം അവൻ അരവയറ് ഉണ്ണുന്നുള്ളൂ, അത് ആരും പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും. അപ്പൊ നമ്മളൊക്കെ വിശന്ന നേരത്ത് ഭക്ഷണം കിട്ടാതെ അരി കിട്ടാതെ ഇരുന്നപ്പോ അന്ന് രാത്രി ഉറങ്ങിയപ്പോ കണ്ട സ്വപ്നം ഒരു പ്ലേറ്റ് ചോറും അടിപൊളി കറിയായിരുന്നു. അപ്പൊ വിശപ്പിന്റെ
അതാരും അറിയില്ലല്ലോ. വലിയ വലിയ വീട്ടിലെ ആൾക്കാര് വിശന്നാല് അവിടെ സമൃദ്ധിയാണെന്ന് ആൾക്കാരറിയാം. കാരണം പുറത്തേക്ക് പറഞ്ഞവരെ അറിയുള്ളൂ അവർക്ക് ദാരിദ്ര്യമാണ്. അപ്പൊ നമ്മളെ സ്വപ്നം ആ സമയത്ത് ഒരു പ്ലേറ്റ് ചോറും കറിയായിരിക്കും. സ്വർഗം എന്ന് പറഞ്ഞ സ്വർഗം എന്നുള്ള ചിത്രം മാത്രല്ല, കുറച്ച് കഞ്ഞിവെള്ളം കിട്ടിയാൽ കൊള്ളാന്ന് തോന്നും. അരി ഉണ്ടെങ്കിലല്ലേ കഞ്ഞിവെള്ളം കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറില് ഭക്ഷണത്തിന്റെ മൂല്യവും അതിന്റെ വിലയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മണിച്ചോറ് കളയാന്നുള്ളത് വല്ലാത്തൊരു പ്രയാസമാണ്. കൊണ്ടിങ്ങനെ കളയണവരെ കാണുമ്പോ എന്തോ ഒരു വിഷമ തോന്നാ. കാരണം നമ്മളെ കുട്ടികളെ നമ്മൾ കളയാൻ സമ്മതിക്കില്ല. നല്ലപോലെ പറഞ്ഞ് ക്ലാസ്സിലായാലും വീട്ടിലായാലും ശീലിപ്പിക്കും. എന്റെ പ്ലേറ്റിലൊന്നും വളരെ നീറ്റായിട്ടാ കഴിക്കുക. ആ പ്ലേറ്റ് കഴുകി വെച്ച പോലെ അതിന്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ വേറെ പാത്രത്തേക്ക് എല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് വളരെ മനോഹരമായിട്ട് പാത്രം കഴിച്ചു വെക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു കൾച്ചറിനെ കുറിച്ച് ബോധിക്കാനായിട്ട് നന്നായി. സ്വന്തം നമുക്ക് കഴിഞ്ഞ ബഹുമാനം കൃതജ്ഞത നമ്മോട് തന്നെ തോന്നും. അടുത്തതില് സാറ് എൻ്റെ ഉമ്മൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അടുത്ത വീട്ടിലെ ഒരു ചോറുണ്ട് അത് കളയരുത്. കാരണം അവര് വിളിച്ചിട്ട് ഒരിക്കൽ ചെന്നാ പിന്നെ ജമ്മത്ത് വിളിക്കില്ല. അപ്പൊ വരാം വരാന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ ആ സന്ദേശം അച്ഛനില്ലാത്ത വീട്ടില് ഒരു കുട്ടി എന്തെങ്കിലും കടത്തിന് ചെന്ന എമർജൻസിക്ക് കിട്ടും. പക്ഷെ ഒരിക്കൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് കിട്ടില്ല എന്നുള്ളതും, അതിനടുത്ത വീട്ടിലെ തൂമ്പുണ്ട്. അപ്പൊ അധ്വാനിച്ച് ജീവിച്ചാലേ ഒരു ശാശ്വത പരിഹാരം ആകുള്ളൂ എന്നുള്ളൊരു ആത്യന്തിക സത്യം ബോധിപ്പിക്കുന്ന നല്ലൊരു കഥ. താങ്ക് യു സാർ. ജോഷി സാറിന്റെ അവതരണ ശൈലി വളരെ നന്നായി. താങ്ക് യു സാബു സാർ. ജോഷി സാറിന്റെ രണ്ട് കഥ നന്നായി. ഇനി ആരുള്ള ഉഷമാമുണ്ട്? ഉല്ലാനൻ സാർ പോയോ? ഓക്കെ, ഉഷമാം കേട്ടോ? ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് വന്നത്. സാറിന്റെ ആദ്യത്തെ കഥ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ വന്നത്. മുഴുവൻ കേട്ടില്ല, എന്നാലും അതിന്റെ ആശയം ഇതായിരുന്നു എന്ന് ഇപ്പോ ഫീഡ്ബാക്ക് പറഞ്ഞവരുടെ ഡിസ്കഷനിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ചെറിയ കഥയാണെങ്കിലും വലിയ സന്ദേശമാണ് ആ കഥയിലൂടെ സാറ് നമുക്ക് നൽകിയത്. വിശപ്പിന്റെ ഭക്ഷണത്തിന്റെ പ്രാധാന്യവും ഒക്കെ ഒരു കാലഘട്ടത്തില് ഒരുപക്ഷെ നമ്മുടെ നാട്ടില്, ലോകത്തിലെ എല്ലായിടത്തും ആയിരിക്കാം, നമ്മുടെ നാട്ടില് സാധാരണമായിട്ട് നടന്നിരുന്ന ഒരു വിഭാഗം ആളുകൾ അനുഭവിച്ചിരുന്ന ഒരു വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞ പോലെ ഒരു വിശപ്പ്. ഒരു വിഭാഗം ആളുകൾ സമ്പന്നരായിരിക്കും, മറ്റുള്ളവര് ദരിദ്രരും. ഒരുപക്ഷെ അവരായിരിക്കും ഈ പറമ്പിൽ പണിയെടുത്ത് പകലന്തിയോളം പണിയെടുത്ത് ഇതെല്ലാം വിളവെടുത്ത് ഇവർക്ക് വലിയ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും, അവരൊക്കെ നല്ലപോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവര് വിശന്ന് കിടന്നുറങ്ങുന്ന ഒരു കുടുംബം, അച്ഛനും അമ്മയും മക്കളും, അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടില് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തേക്കൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തിന് ദാരിദ്ര്യം ഇല്ലാന്ന് തന്നെ വിചാരിക്കാം. എങ്കിലും ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും വിശപ്പ് അനുഭവിച്ച് ജീവിക്കുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കാണാറുണ്ട്. പറഞ്ഞ പോലെ സമ്പന്ന രാജ്യങ്ങളാണെങ്കിൽ പോലും അവിടെ ഒരു ദുരന്തം സംഭവിക്കുമ്പോഴൊക്കെ ഫ്ലൈറ്റിലും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ ആ ഒരു മുഖം നമ്മൾ ആ സമയത്ത് മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. അതൊക്കെ ഒരുപാട് ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയല്ലേ. അതൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നതാണ്. ആ ഒരു ഓർമ്മകളൊക്കെ ഈ ഒരു കഥയിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. പിന്നെ മടിയെ കുറിച്ച് നമുക്കറിയാം, ഇന്ന് സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. കാരണം എല്ലാം സുഭിക്ഷമായിട്ട് കൺമുമ്പിലും കൈത്തുമ്പിലും ഉള്ളപ്പോ പിന്നെ ജോലിയെടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഒരുപക്ഷെ മാതാപിതാക്കൾ തന്നെ അതിന്റെ ഒരു ഉത്തരവാദികളായിരിക്കാം പല വീടുകളിലും. അങ്ങനെ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശം കഥയിൽ ഉൾപ്പെട്ടിരുന്നു. കുറച്ചേ കേട്ടുള്ളെങ്കിലും ജോഷി സാറിന്റെ അവതരണം വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ജോഷി സാർ പറയൂ. ജോഷി സാർ അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ. ആദ്യം തന്നെ ഇതിന് നല്ല അപ്രീസിയേഷനും എന്നെ പ്രോത്സാഹിപ്പിച്ചതിനും ഒക്കെ പ്രത്യേകം നന്ദി. അതിന്റെ ഇതിവൃത്തം കണ്ടെത്തി
വലിയ പാടൊന്നുമില്ല, എങ്കിലും അത് കണ്ടെത്തി നല്ല രീതിയിൽ അതിനെ പറഞ്ഞു വെച്ച നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ചെറിയ കഥയാണ്, എങ്കിലും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു 2 പ്രമേയങ്ങളാണ് ഇതിലുള്ളത്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ഏതാണ്ട് 55 വയസ്സിന് മുകളിലുള്ളവരാണ്. 1960-ലോ 70-ലോ ഒക്കെ ജനിച്ചവരാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അത്ര ബോധ്യപ്പെടണമെന്ന് നിർബന്ധമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവകൃപയാൽ എൻ്റെ വീട് ദാരിദ്ര്യത്തിലല്ലായിരുന്നു, പട്ടിണിയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ പട്ടിണിക്കാരെ ഒരുപാട് പേരെ ഞങ്ങളുടെ വീട്ടിൽ വന്നും അല്ലാതെയും കാണാൻ ഇട വന്നിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലോകം മുഴുവനും തന്നെ വലിയ ഭക്ഷണ ദാരിദ്ര്യത്തിലായിരുന്നു. ഈ കുട്ടനാട്ടിലൊക്കെ നെല്ല് കൃഷി, ഞാൻ പട്ടിണി കിടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ അതിസമൃദ്ധിയൊന്നും ഇല്ലായിരുന്നു, പട്ടിണി കിടന്നില്ല എന്ന് മാത്രം. ഇവിടെയൊക്കെ നെല്ല് കൃഷിയൊക്കെ അന്ന് നെല്ല് വയലുകളൊക്കെ കുത്തിയെടുക്കുന്ന 1950 ആ കാലഘട്ടത്തിലാണ്. അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഓർമ്മയില് എനിക്കൊന്ന് അല്പമായി ഇവിടെയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് അരിക്ക് ക്ഷാമമാണ്, എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലും അരിയില്ല. അങ്ങനെ വന്നപ്പോൾ ചെറുപയർ അങ്ങനെ കഴിക്കാനായിട്ട് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം. അന്ന് ചെറുപയർ വിലക്കുറവാണ്. ഇന്ന് പിന്നെ അരിയേക്കാൾ വില കൂടുതലാണ്, ഭയങ്കര വിലയാണ്, വലിയ വിലയാണ് ഈ ചെറുപയർ. മരച്ചീനി, കപ്പ എന്ന് പറയുന്ന ആ സാധനം വ്യാപകമായ ആളുകൾ കഴിക്കുമായിരുന്നു, കഴിക്കാൻ നിർബന്ധിതരാകുമായിരുന്നു. അതേ ഉള്ളൂ. അതിങ്ങനെ വന്ന 70 ഇവിടെ കൊയ്ത്തിനൊക്കെ ആളുകൾ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടോ. പാസ് കൊടുത്ത് 1977-ലാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടെ കായലില് ഈ പാസ് കൊടുത്ത് പിന്നെ കൊയ്പ്പിച്ചിട്ടുണ്ട്. കാരണം അതുപോലെ ആളുകളാണ്, എല്ലാ വീട്ടിലും ആളുകൾ ചുമ്മാ ഇരിക്കുകയാണ്. ഒരു അരിവായുമായിട്ട് രാവിലെ ഇറങ്ങി വെളുപ്പാങ്കാലത്ത്. ഞങ്ങൾക്ക് അല്പം നിലവുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഭാഗം കണ്ടം കൊയ്യാനായിട്ട് 85 പേര്, 5 പേരുണ്ടെങ്കിൽ കൊയ്യാവുന്ന സുഖമായി കൊയ്യാവുന്ന ഒരു പ്രദേശത്ത് 85 പേര് ഇറങ്ങി കൊയ്തത്, അതും വെളുപ്പാങ്കാലത്ത്. നേരം വെളുക്കുന്നില്ല, നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ ആള് കൂടും. അങ്ങനെ വന്ന് ഇറങ്ങിയ കാലഘട്ടം, അതായത് 1980-ൽ പോലും നമുക്കൊക്കെ നല്ല ഓർമ്മയുള്ള കാലഘട്ടമാണ്. ഒരു 85-90 വരുമ്പോഴാണ് ഏറെക്കുറെയൊക്കെ ആളുകള് ഈ വലിയ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ പെരുമാറുന്നത്. ഒരു 2000 ആണ്ടോട് കൂടിയാണ് ഒരുമാതിരി ആളുകളൊക്കെ സമൃദ്ധിയിലൊക്കെ വരിക. എനിക്ക് തോന്നുന്ന ഈ സർക്കാർ ജോലിക്കാർക്ക് പോലും 2000-ന് ശേഷമാണ് കേൾക്കാൻ കൊള്ളാവുന്ന ഈ വലിയ തുകയിലേക്കൊക്കെ വരുന്നത്. അതിനു മുമ്പൊക്കെ ചെറിയ തുകയ്ക്കാണ് ഈ സാറന്മാരൊക്കെ ആയിട്ട് ഒരു 50 കൊല്ലം മുമ്പൊക്കെ പഠിപ്പിക്കാൻ കയറിയവരൊക്കെ നിസ്സാര പൈസ. എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ, അവൻ 8ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അവന് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വലയിടാൻ പോകുമായിരുന്നു. അവൻ്റെ അപ്പൻ വലയിട, ഈ മീൻ പിടിക്കുന്ന വലയിടുന്ന ഇവിടുത്തെ ഈ കായലിൽ വലയിട്ട് മീൻ പിടിക്കുന്ന ആളായിരുന്നു. പുള്ളിക്കാരൻ ഇവനെ കൊണ്ടുപോയി, ടോമി എന്നാണ് അവന്റെ പേര്. ടോമിയെ കൂടെ കുഞ്ഞുഞ്ഞ് വലയിടാനായിട്ട് കൊണ്ടുപോയി. ഇവിടെ പലരും ചെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, ചെന്നൊരു സാറിനോട് കുഞ്ഞുഞ്ഞ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറിന് എത്ര രൂപയുടെ ശമ്പളം എന്ന് ചോദിച്ചു. സാറിന് ഇപ്പൊ എത്ര രൂപ ശമ്പളം ഉണ്ട്? എനിക്കിന്ന് 150 രൂപയുടെ മീൻ കിട്ടും, സാറിന് ഒരു മാസത്തേക്ക് 150 രൂപയെ കിട്ടുന്നു. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. അപ്പൊ അങ്ങനെ ആളുകൾ ജോലിക്ക് പോയി അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് സമ്പാദിക്കാന്നുള്ള അവരൊന്നും ഇപ്പോഴും വലിയ സമ്പാദ്യമൊന്നും അവർക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം. അപ്പൊ വിശപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനു മുമ്പല്ല, അത് ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പകലന്തിയോളം പിന്നെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരുടെ എണ്ണം കൂടുതലാണ് വീടുകളിലെല്ലാം, നമുക്കറിയാം. അപ്പൊ ഈ നെല്ലാണ് കൂലിയായിട്ട് കിട്ടുന്നത്. വൈകുന്നേരമാകുമ്പോൾ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ
കിട്ടുന്നത് ഏഴുകൂലിയ നെല്ല്, ഇടങ്ങഴി നെല്ല് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് വീട്ടിൽ വന്നിട്ട് നമുക്ക് ഇന്ന് അതൊന്ന് കേട്ടാ നമ്മുടെ പുതിയ പിള്ളേരോട് പറഞ്ഞ ചുമ്മാ ഈ പഴംപുരാണം ഒന്നും കേൾക്കേണ്ടെന്ന്. ഈ നെല്ലും കൊണ്ട് വന്നിട്ട് ഒരു പുഴുക്കായിട്ട് പുഴുകും. എന്നിട്ട് ഈ വറയട്ടിക്കകത്തിട്ട് വറുത്ത് മരവരലിലിട്ട് ഇടിച്ച് അത് അരിയാക്കിയിട്ട് രാവിലെ അത് ചോറാക്കിക്കൊണ്ടാണ് വീണ്ടും പണിക്ക് പോകുന്നത്. ഒരു നേരത്തെ ആ ഒരു സാധനം കൊണ്ടുള്ള കഴിക്കേ ഉള്ളൂ. മിക്കവാറും പെണ്ണുങ്ങൾ പട്ടിണിയാണ്. ഇത്രയും പിള്ളേർക്ക് കൊടുക്കാൻ തന്നെ ഈ സാധനം ഇല്ല, കഞ്ഞിവെള്ളവും ഒക്കെ. ഇതൊക്കെ നമുക്കിന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അങ്ങനെ അനുഭവിച്ച ആളുകളെ കണ്ടിട്ടില്ല. അത് ഈ വളരെ താഴ്ന്ന ജാതിക്കാരെന്ന് നമ്മൾ അന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ അവർക്കൊക്കെ അതേ ഉണ്ടായിരുന്നുള്ളൂ ഗതി. ഈ പറയുന്ന ഈ കേൾക്കുന്നില്ല. എന്തോ കേൾക്കുന്നുണ്ട്. കേൾക്കാമല്ലോ, കേൾക്കാം. കേൾക്കുന്നില്ല. കേൾക്കുന്നു സാർ. മോഹൻദാസ് സാർ ഒന്ന് ശ്രദ്ധിക്കൂ. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കഥയല്ല. തകഴിയുടെയൊക്കെ പിന്നെ ഈ നോവലിൽ പറയുന്ന കഥയല്ല, യഥാർത്ഥമാണ് എന്നുള്ളത് സത്യമാണ്. അവരുടെയൊക്കെ മക്കൾ ഇന്ന് കുറെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പിൽക്കാലത്തേക്കൊക്കെ വരുമ്പോൾ ആ പട്ടിണി ദാരിദ്ര്യമൊക്കെ മാറി 2000 ആണ്ടൊക്കെ കഴിഞ്ഞ് മിക്കവാറും എല്ലാവരും ഒക്കെ ഇപ്പം ഏറെക്കുറെ എന്ന് പറയുമ്പോഴും ഇപ്പോഴും പട്ടിണിയുള്ളവരെ എനിക്കറിയാം നമ്മുടെ നാട്ടില് ഉണ്ട്. ഞങ്ങളിവിടെ വിൻസെന്റ് പോൾ സൊസൈറ്റി അത്തരം ആളുകളുടെ വീടുകൾ കണ്ടെത്തിയിട്ട് സഹായിക്കുന്നുണ്ട്. ഉണ്ട്, യഥാർത്ഥത്തിലുണ്ട്. നമ്മൾ കണ്ടെത്താഞ്ഞിട്ട്. കാരണം നിത്യരോഗികൾ, ഒരു പണിക്കും പോകാൻ നിർവാഹമില്ല, അങ്ങനെയുള്ളവരാണ് കേട്ടോ. കൈ മേലാത്തവർ, കാല് മേലാത്തവർ, കണ്ണ് മേലാത്തവർ, പുറത്തിറങ്ങാൻ നിർവാഹമില്ലാത്തവർ, ചുണ്ടുകൂടി വീട്ടിലിരിക്കുന്നവർ പട്ടിണി തന്നെയാണ്, ഒരു വരുമാനവും ഇല്ല. ഇങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് സഹായിക്കുന്ന ആളുകളും ഒക്കെ നാട്ടിൻപുറത്തുണ്ട്. അങ്ങനെയൊക്കെ അവരെ കഷ്ടിച്ച് അവരങ്ങ് കഴിഞ്ഞു പോകുന്നു. അത് മാത്രമല്ല നടക്കത്തുള്ളൂ. ഒരു വീടിന്ന് കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അതുമാത്രം പണം വേണം. അതൊരു വശം. അപ്പോൾ അങ്ങനെ അവസ്ഥ അനുഭവിച്ചവരുടെ മക്കൾ ഒരു പക്ഷേ ആ ദാരിദ്ര്യം അനുഭവിച്ചവർ കുറച്ച് പിന്നെ ഈ പറയുന്ന വിനയത്തോടെ പെരുമാറുന്നതുകൊണ്ട് നശിപ്പിക്കാതെ ഇരിക്കും. എന്നാൽ ചില ആളുകൾ അതിൻ്റെ അകത്തുള്ളവര് അരിശക്കാരായി മാറിയിട്ടുണ്ട്. അവർക്ക് ആരോടൊക്കെയോ ഉള്ള വെറുപ്പാണ് അവരിൽ ചിലരിലുള്ള പകയാണുള്ളത്. പിന്നെ അവരിൽ ചില ആളുകൾ ഞങ്ങൾക്കും അനുഭവിക്കാൻ പറ്റിയില്ല, ഞങ്ങളുടെ പിള്ളേര് ഭംഗിയായിട്ട് അനുഭവിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ധാരാളിത്തത്തിലേക്ക് കൊണ്ടുപോകുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല വ്യത്യസ്തതകൾ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ കൂടെയും ദാരിദ്ര്യം ജീവിതത്തിൽ, ഞാൻ അത് പറയാനാണ് ഇത്രയും നീട്ടിപ്പിടിച്ച് പറഞ്ഞത്. ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ പട്ടിണിയാണ്, ഭക്ഷണം കഴിക്കാനില്ലാത്തൊരവസ്ഥയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത്. അതൊരു നേരമെങ്കിലും വിശപ്പനുഭവിക്കും. ഇവിടെ ഇരിക്കുന്നവര് അല്ലെങ്കിൽ ഇന്നുള്ളവരാരും വിശക്കുന്നില്ല. നമ്മള് വിശക്കുന്നതിന് മുമ്പ് അടുത്തത് കഴിക്കുന്നുണ്ട്. പിന്നെ വിശപ്പില്ലാത്ത ആളുകളെല്ലാം വിളിച്ചു കൂട്ടി സദ്യ നടത്തുന്നുണ്ട്. ഇന്നത്തെ അടുത്ത വിരോധാഭാസം അതാണ്. വിശക്കുന്നവർക്കല്ല ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെ ഒരു വിശപ്പും ഇല്ല, ഷുഗറും കൊളസ്ട്രോളും പിടിച്ച് ഒരു തിന്നാൻ മേലാതെ കിടക്കുന്നവരെ എല്ലാം പിന്നെയും വിളിച്ചോളുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ 56 കൂട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കിതൊന്നും വേണ്ട. വേണ്ടവർക്കൊട്ട് കൊടുക്കുന്നുണ്ടോ? അതുമില്ല. എന്നിട്ടോ ധാരാളം നമ്മുടെ ബിരിയാണി എന്ന് പറയുന്ന കഥയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാതെ കുറെ ഉണ്ടാക്കിയിട്ട് നശിപ്പിച്ച് കളയുകയാണ് എല്ലാ വീട്ടിലും. അതിന് വേണ്ടിയിട്ട് ഒരു സാമാനം എല്ലാ വീട്ടിലും മോർച്ചറി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോ 2 ഡോറുള്ളതും 4 ഡോറുള്ളതും ഒക്കെ വാങ്ങിച്ച് കുറെ അങ്ങ് ഉണ്ടാക്കി വെച്ചേക്കുവാണ്. വെച്ചിട്ടോ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് ഊരോട്ട് കളയും. ആർക്കും വേണ്ട. ഇത് കളഞ്ഞു, അവരുടെ കാശ് കൊണ്ടുണ്ടാക്കിയെന്നൊക്കെ അവർ പറയും. പക്ഷെ ഇത് കടുത്ത അനീതിയാണെന്നെങ്കിലും മനസാക്ഷിയിൽ തോന്നേണ്ടുന്ന ഒരു കാലഘട്ടം. നമ്മുടെ ഈ സമീപ ദിവസങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവം നോക്കിയ മനുഷ്യനൊന്നും ഒരു മനസാക്ഷിയുള്ളതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ഭക്ഷണം നശിപ്പിക്കുന്ന ഒരു രീതി, ആ ഒരു കൾച്ചറെങ്കിലും നമുക്കൊന്ന് വളർത്തിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ
ഇവിടെ ഓമന ടീച്ചർ പറഞ്ഞു, ഓമന ടീച്ചറിന്റെ സ്കൂളില് പിള്ളേരെ കൊണ്ട് ഇങ്ങനെ ഭക്ഷണം അങ്ങനെ ഇന്നൊക്കെ ഇനി അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ എങ്ങാനും ചെയ്യിപ്പിച്ചാൽ എന്തായിരിക്കാം ചിലപ്പോ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പം എന്നുള്ളത് അവനെ കാണാൻ പറ്റത്തില്ല. ബാലാവകാശ കമ്മീഷൻ അവതരിക്കും ഉടൻ തന്നെ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ അവതരിക്കും. അവതരിച്ചിട്ട് ചിലപ്പം ഈ ടീച്ചറിന്റെ മേൽ ഏതെങ്കിലും ഒക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാനായിട്ടുള്ള സാധ്യത ഇല്ലായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ ഈ കാലയളവ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഏത് കമ്മീഷനും ആര് വന്നാലും കൊള്ളാം, ഈ ഭക്ഷണം നശിപ്പിക്കുന്നത് ഒരു പോരായ്മയാണ്, ഒരു തെറ്റാണ് എന്ന് കരുതാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഏതായാലും ജീവനുള്ളിടത്തോളം കാലം നമുക്ക് നശിപ്പിക്കാതിരിക്കാമല്ലോ. എനിക്ക് ഈ വളരെ അഭിമാനം തോന്നിയ, എനിക്കും എൻ്റെ വീട്ടിലുള്ളവരും ഒക്കെ പലപ്പോഴും നമ്മുടെ മിനിയൊക്കെ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ ഇടയ്ക്ക് ഇവിടെ ക്ലാസ് എടുക്കാനും അതുപോലെ കഥ പറയാനും വരുന്ന പ്രദീപ് സാർ ഉണ്ടല്ലോ. പ്രദീപ് സാർ ഭക്ഷണം കഴിക്കും, പുള്ളി വലിയ സമ്പന്നനാണ്, പക്ഷെ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് കാണും എത്ര വിനയമായിട്ടാണെന്നറിയാം. ഒരു സാധനം അദ്ദേഹത്തിന്റെ പിന്നെ പാത്രത്തിൽ വേസ്റ്റ് ആകില്ല. കഴിക്കാൻ കൊള്ളിയല്ലാത്ത വല്ല എല്ലോ മുള്ളോ ഒഴികെ ഒരു സാധനവും. അത് അത്ര വെടിപ്പാണ്. നമുക്ക് ആ പാത്രം കണ്ട് കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്കും വലിയ ഒരു അഭിമാനവും നമുക്കും ചിലപ്പോൾ ജാള്യത തോന്നും. നമ്മൾ കുറെ കൂടെ ഒക്കെ നമ്മൾ ഈ പുണ്യമൊക്കെ പറഞ്ഞിട്ടും നമ്മൾ ഇനിയും കുറെ കൂടെ നന്നാകാനുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഭക്ഷണത്തോടെ കുറെ കൂടി ഒരു നീതി പുലർത്താനായിട്ട് സാധിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. കഥയുടെ ഇതിവൃത്തമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതും സ്വീകാര്യവും ഒക്കെ ആയിത്തീരാം. പക്ഷെ എങ്കിൽ പോലും നമുക്കിനി അല്പം കൂടിയൊക്കെ അതിൽ ശ്രദ്ധിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. മദർ തെരേസ ആലപ്പുഴ കടപ്പുറത്ത് പ്രസംഗിക്കാൻ വന്ന അവസരത്തിൽ അവിടുത്തെ ചില കുടിലുകളിൽ പെട്ടെന്ന് കയറിയപ്പോൾ പട്ടിണിക്കോലങ്ങളെ കണ്ട് മദർ അപ്പോൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. നമ്മളെല്ലാവരും ഇന്ന് ഉച്ചക്ക് ചോറുണ്ടിട്ട് ആ ടാപ്പിന്റെ കീഴെ കൊണ്ട് കൈയഴുകിയപ്പോൾ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ആ ചോറെല്ലാം കൂടെ ഉരുട്ടിച്ച് ഈ പാവങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് എത്രയോ വിശപ്പ്, അത്രയെങ്കിലും വിശപ്പ് അടങ്ങുമായിരുന്നല്ലോ. അതൊക്കെ ഞാനും ധാരാളം സ്ഥലത്തെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം അവരുടെയൊക്കെ ആ ഒരു ധാർമ്മിക ബോധം എത്ര വലുതായിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ അതിനെ നീട്ടിപ്പിടിക്കുന്നില്ല. രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് മടി. ഇന്ന് എങ്ങനെ ജോലി ചെയ്യാതെ പണം ഉണ്ടാക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് ലോട്ടറിയാണ്. എത്ര പെട്ടെന്ന് 25 കോടി കിട്ടുമോ 50 കോടി കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത. അതുപോലെ തന്നെ പകുതി കാശിന് സ്കൂട്ടർ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ കോലാഹലം. അതുപോലെ തന്നെ ഒരുത്തൻ വളരെ 10-20 വയസ്സിന് മേളിലും പ്രായമുള്ള 30 താഴെ പ്രായമുള്ളവൻ ഈ വലിയ വാഗ്ദാനം നൽകി എത്ര കോടിയാണ് അവൻ സമാഹരിച്ചത്. ഇങ്ങനത്തെ തട്ടിപ്പിന്റെ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. ഒരു ജോലി ചെയ്യുന്നില്ല. ഇപ്പൊ ഞാന് അപവാദം പറയല്ല, നമ്മുടെ കൾച്ചർ അങ്ങനെയായി. ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു അവധി എടുക്കായിരുന്നു എന്ന് പണ്ട് ആരോ തമാശ പറഞ്ഞതുപോലെയാണ്. ഇപ്പോ എങ്ങനെയാണ് ഒരു ജോലിയിൽ കയറിയിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോയിട്ട് നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുക? തൊഴിലുറപ്പുകാരെ കുറിച്ചൊക്കെ ചില ആളുകൾ പറയുന്ന അപവാദം, അല്ലെങ്കിൽ അപവാദമാണോ അല്ലാത്തതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും കൊള്ളാം. അതിനെ പിന്നെ ഞാൻ ആശ്വസിക്കുന്നത് എങ്ങനെയാണ്, സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അല്ലാത്തവന്മാർ അടിച്ചോണ്ട് പോകുന്നു. എന്നാൽ ഈ പാവങ്ങൾക്ക് 200 രൂപ കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെയാണ് ഞാനൊരു വേഷം കണ്ടെത്തിയത്. എങ്കിൽ പോലും ആ 200 രൂപയ്ക്കുള്ള ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പൊ അത് ഓരോരുത്തരുടെയും മനസാക്ഷി തോന്നേണ്ടതാണ്. അപ്പോ അതുകൊണ്ടാണ് ആ അപ്പൻ ഒരു വലിയ പാഠമാണ് കൊടുക്കുന്നത്. അതിലൊക്കത്തെ വീട്ടിലൊരു ചോറുണ്ട്, നിനക്കത് കിട്ടും ചെന്നാൽ. പക്ഷെ അത് നീ അങ്ങ് ആദ്യം തന്നെ അത് തിന്നാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും. അതുപോലെ തന്നെ കടം കിട്ടാനോ വെള്ളത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാതിലടഞ്ഞു പോയി. അതുകൊണ്ട് നീ ഇവിടെ ഗോപകുമാർ സാർ പറഞ്ഞാൽ ഇവൻ പുറയുന്നായിരുന്നു തുടങ്ങേണ്ട, ആദ്യം തൂമ്പാസ്ഥലത്തായിരുന്നു പോയി വാങ്ങേണ്ടിയിരുന്നത്. അതിപ്പോ എന്തിനാന്നുള്ള ചോദ്യമാണ് നമ്മളിൽ പല ആളുകളുടെയും മനസ്സിൽ. ജോലി ചെയ്യാതിരിക്കാൻ ഒരു വീട്ടിൽ പോലും ഒരു കാന്താരിമുളക് പോലും കുറ്റി വെക്കുകയില്ല.
അങ്ങനെ ഒരു പരിശീലനം പിള്ളേർക്കൊട്ട് കൊടുക്കാറുമില്ല. എല്ലാം വിലയ്ക്ക് വാങ്ങിക്കുക, കരിയാപ്പില മുതൽ വാഴയില വരെ വിലയ്ക്ക് വാങ്ങിക്കുന്ന ഒരു തരം കൾച്ചറിലേക്ക് നമ്മൾ ഇന്ന് പച്ചമുളകിന്റെ വണ്ടി വന്നില്ലെങ്കിൽ ചമ്മന്തി അരക്കെ ഇല്ല. ഇങ്ങനത്തെ ഒരു വലിയ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മടി മാറ്റണം. നമ്മൾ തന്നെ അതിന് തുടങ്ങണം. വീട്ടിൽ എന്തെല്ലാം സാധനം കുഴിച്ചു വെക്കാം. അത്യാവശ്യം കൊച്ചു സാധനങ്ങളൊക്കെ വെണ്ടയും തക്കാളിയും അതുപോലെയൊക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് കുഴിച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ഈ കഥയിൽ ഇതെല്ലാം പറയുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് കണ്ടെത്തിയെടുക്കാൻ സാധിക്കും. അതാണ് കഥയിൽ കൊണ്ടൊരു കാര്യം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇത് കഥാകൃത്ത് കണ്ടതും കാണാത്തതും നമുക്കതിൽ ആരോപിക്കാവുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ആരോപിച്ച് മാറ്റിയെടുക്കുമ്പോഴാണ് കഥയുടെ ദിനം പൂർണ്ണമാകുക. നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? 2 കഥകളാണ് ജോഷ് സാർ പറഞ്ഞതിന്റെ. ബാബു സാറേ, ഞാന് 2 രാത്രി ചോറ് കിട്ടാണ്ട് പട്ടിണി കിടന്നുണ്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. കാരണം അടുത്ത വീട്ടിലെ ചേച്ചി പ്രസവിച്ച് അവരെ വീട്ടിൽ വെക്കാൻ അരിയില്ല. അപ്പൊ സാഹിബിന്റെ വീട്ടിലേക്ക് വരാം, വാപ്പ കൊടുക്കും. ഉമ്മക്ക് ഭയങ്കര സങ്കടം കേട്ട് കഴിഞ്ഞ. അങ്ങനെ അപ്പൊ അന്ന് പാകിസ്ഥാനിൽ യുദ്ധം നടക്കുന്ന സമയാ. എവിടെന്നോ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത അരിയാണ്. അപ്പൊ പാവം ആ ചേച്ചിക്ക് ക്രിസ്ത്യൻ വീടാ, അദ്ദേഹത്തിന് സുഖമില്ല. ഔസേപ്പ് മാപ്പിള മേരി ചേച്ചി പ്രസവിച്ചിട്ട്. അപ്പൊ ചോറ് വെക്കണ്ടേ ആ ചേച്ചിക്ക്. അപ്പൊ ഉണ്ടായത് അങ്ങനെ എന്നെ എടുത്തു കൊടുത്തു. കാരണം വല്ലാത്ത കഷ്ടാണ് അവിടെ. അപ്പൊ അവനെ കൊള്ളിക്കിഴങ്ങ് ഒരു ദിവസം പുഴുങ്ങി, എനിക്ക് തീരെ ഇഷ്ടമല്ല. ആ സമയത്ത് പിറ്റേ ദിവസം റവ ഉണ്ടാക്കി. എനിക്ക് ചോറേ വേണ്ടു. അന്നത്തെ ചോറിനുള്ള കാത്തിരിപ്പ് ഇപ്പോഴും എനിക്ക് മനസ്സിൽ വിഷമ. അതങ്ങനെ, അത് നമ്മൾ ചെറിയ കുട്ടിയല്ലേ. അപ്പൊ ഒത്തിരി അരി ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം കുടിക്കുക. വലിയൊരു കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയതും ചമ്മന്തിയെ കൂട്ടി കഴിച്ച് പിറ്റേ ദിവസം റാവ് കുറിക്കിയതും കഴിച്ച്. ഞങ്ങൾ ചെറുതല്ലേ, ഞാനും എൻ്റെ അനിയത്തിയ ചെറുതാ. അവൾ എന്നോട് സ്വകാര്യം നമുക്ക് ഇത്തിരി കഞ്ഞി കിട്ടിയാലാ. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ കല്യാണാണ്, ബാക്കി ഉണ്ടായത് അങ്ങോട്ട് കൊടുത്ത്. എങ്ങനെയുണ്ട് പരിപാടി? ഇങ്ങനത്തെ ദാനം ചെയ്യണ മനുഷ്യന്മാരൊക്കെ എൻ്റെ വീട്ടിലെ കഷ്ടം ആരോടാ പറയാ. പിന്നെ മേടിക്കാൻ അവർക്ക് കിട്ടാനും ഇല്ല. അപ്പൊ അത് ചോറിന്റെ വില അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. താങ്ക് യു സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പഴയ ഓർമ്മകൾ, പട്ടിണിയുള്ളവരെ സഹായിച്ചത്. ഓക്കെ, രമാവതി മാം. നായനാർ സാർ പറഞ്ഞ ആ 63 കാലഘട്ടത്തിലേ ആ സമയത്ത് ഒരു ദാരിദ്ര്യം വന്നില്ലേ. അപ്പോഴ് ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലോട്ട് അരി കൊണ്ടുപോകുന്നത് കുറ്റകരമായിരുന്നു, പിടിക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന്. അത് സാറ് ഓർക്കാത്തതാ. ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലോട്ട് അരി കടത്താൻ പാടില്ല. പട്ടിണിയാണെന്ന് അർത്ഥം, വേറെ കിട്ടാനില്ല അല്ലെ? അല്ല, അരി കൊണ്ടുപോകാൻ പാടില്ല. ജില്ലക്കുള്ളിലെ അരി കൊണ്ട് നടക്കാൻ പാടില്ല. ജില്ലയിലല്ല സാറിന്, ഞങ്ങളവിടെ തിരുവനന്തപുരം തൊട്ടപ്പുറത്ത് കന്യാകുമാരി ജില്ലയില് ഇത്തിരി നെല്ലും ഇതൊക്കെയുള്ള സാമ്പത്തികമായിട്ടല്ല അധികം വിളവുള്ളതാണ്. പക്ഷെ ബോർഡർ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാൻ പാടില്ല. അതെ, ആ ബോർഡർ ആ ജില്ല കടത്താനും പാടില്ലായിരുന്നുള്ളതിലാണ്. അത് ബസ്സിൽ വെച്ചിട്ട് അവര് ഉദ്യോഗസ്ഥരെ പിടിച്ച് 2 3 കിലോ അരിയായിരിക്കും ഇവര് യാത്രക്കാർ കൊണ്ടിരുന്നത്. എനിക്ക് അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയും പറഞ്ഞിട്ടുണ്ട്. അവരിങ്ങനെ ഞാന് ചെറുതാണെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ഫാദർ പാലക്കാട് പോയി അരി എടുത്ത് ജീപ്പിലാക്കിയിട്ട് ഊടുവഴികളിൽ കൂടെ പോലീസുകാരുടെ അറിവോടുകൂടി വീട്ടിൽ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് പകലൊന്നും അരി പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല. ഒത്തിരി അരി രാത്രിയിലായിരുന്നു. അന്ന് കല്ലൊക്കെ ഉണ്ടല്ലോ അരിയില്. രാത്രിയിൽ കല്ലൊക്കെ പെറുക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ചെറുതായിരുന്നു. ഇപ്പൊ ഈ അരി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അല്ലാണ്ടായി. ഇപ്പൊ അരി കഴിക്കുന്നവർക്കാണ് അസുഖം, ഡയബറ്റീസ്, കൊളസ്ട്രോളും. പ്ലാസ്റ്റിക് അരി അല്ലേ? അതിന്റെ കാരണം എന്താണ് അങ്ങനെ വരാൻ കാരണം എന്താണ്? അരിയിലുള്ള മാലിന്യം. അരിയിലുള്ള മാലിന്യമല്ല, നമ്മൾ പണിയൊന്നും എടുക്കാതെ ചുമ്മാ അരി കഴിക്കുവോ? അതാണ്, നമ്മൾ അരി ആട്ടുന്നില്ല, കിണറ്റിൽ നിന്ന് വെള്ളം കോരിയൊക്കെ ചെയ്തുകൊണ്ട്. നമ്മളൊക്കെ പണ്ട് എന്റെ കുട്ടിക്കാലത്തൊക്കെ രാത്രിയും ചോറാണ് കഴിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഒരു ചോറ് കഴിക്കില്ല. അന്ന് അങ്ങനെ ഇല്ല.
ഞാനേ ഒരുപാട് നല്ല നടന്നാണ് സ്കൂളിലൊക്കെ നല്ല പോകുന്നത്. നല്ല കറിയാണെങ്കിൽ നമ്മൾ കുറെ അധികം ചോറുണ്ണിയല്ലേ. ഇല്ല നമുക്കൊരു അന്ന് അങ്ങനെ ലിമിറ്റഡ് കറിയില്ല, ഒരു ചോറുമില്ല, പോർഷൻ. നല്ല അപ്പൊ അധ്വാനം. ആർക്കും അസുഖമൊന്നുമില്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല. ഇത്തിരി നടന്ന് ഒരുപാട് നടന്നാണ് സ്കൂളിൽ പോകുന്നതൊക്കെ. ഇതിപ്പോ സാറേ ABC ട്രെയിനിലാണ് എന്നാ സാറേ പറയുന്നത്. മാവേലിയില്. ഇതിപ്പോ ABC ഇല്ലെങ്കിൽ എന്ത് ജീവിതം. സാറേ ഞാൻ ഓർക്കുന്നുണ്ട് ഈ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ തെങ്ങുണ്ട്, തെങ്ങും പറമ്പും. അപ്പൊ അവിടുന്ന് തേങ്ങ ഇട്ടിട്ട് മാവേലിയിൽ തലയില് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാക്കിന്റെ മില്ല് അകത്ത് കഴിക്കണമെന്ന് തലയിൽ തേങ്ങയൊക്കെ ചുമന്ന് വീട്ടിൽ കൊണ്ടിടുന്നത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇന്നിപ്പം തേങ്ങ നമ്മള് പൊതിക്കാറ് പോലും ഇല്ല, എല്ലാം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. രമാവതിമ എന്നാ പറഞ്ഞേ, പറയൂ. മാവേലിയിൽ യാത്ര ചെയ്യാന്ന് തിരുവനന്തപുരത്ത് കയറി കുറച്ചേരായി. പിന്നെ പണ്ടെല്ലാം പഴങ്കഞ്ഞി കഴിച്ചവർ ഇപ്പൊ ആരോഗ്യന്മാരായിട്ട് എല്ലാരും ഉണ്ട്. ഇപ്പം പഴങ്കഞ്ഞി ആരും കഴിക്കുന്നില്ല. പക്ഷെ മില്ലറ്റ്സ് വരെ പുളിപ്പിച്ച് കഴിക്കണം എന്നുള്ളതാണ് ഇപ്പൊ മില്ലറ്റ് പറയുന്നത്. പഴങ്കഞ്ഞി നല്ലത്. നല്ലതാണ്. പണ്ട് ദാരിദ്ര്യമുള്ള പഴങ്കഞ്ഞി കാലത്ത് ഇപ്പോഴും വേണേ അരി കഴിക്കാം. കിട്ടാത്ത സമയത്ത് ഈ പഴക പറയുന്ന പോലെ ഗോതമ്പ് കഞ്ഞി വെച്ചിട്ട് ചേച്ചി കുറെ തന്നിരുന്നു. അതെന്തൊരു ടേസ്റ്റ് ആയിരുന്നു സാറേ, തേങ്ങയിലോട്ട് കഞ്ഞി വെച്ചാല്. അതാണ് ഇന്ന് ഈ നമ്മള് പുളിപ്പിച്ചും അല്ലെ പഴങ്കഞ്ഞി ഭാഷനായിട്ട് പോലും കഴിക്കാറില്ല. അത്രയ്ക്കും മാറ്റങ്ങൾ വന്നുപോയി. കാരണം ഇപ്പൊ അതിനകത്ത് വീണ്ടും പഴങ്കഞ്ഞി കഴിക്കാൻ തുടങ്ങി സർ. അത്യാവശ്യം ഇപ്പൊ എല്ലാരും പഴങ്കഞ്ഞി കഴിക്കാൻ തുടങ്ങി. പോകാതിരിക്കാൻ വേണ്ടി പേടിച്ചിട്ട് കഴിക്കുന്നതാ. എന്തായാലും UN പറഞ്ഞു ഏറ്റവും നല്ല പ്രഭാത ഭക്ഷണം അത് പഴങ്കഞ്ഞിയാണ്. പഴമയിലേക്ക് തിരിച്ചു പോകണം. അപ്പോഴാണ് ഇങ്ങനെയുള്ള ആ, വിഭവങ്ങളൊക്കെ നമ്മളിലേക്ക് വീണ്ടും വരുന്നത്. അത് അത് കണ്ടപ്പോ എല്ലാരും ഈ ആയുസ് കൂട്ടാൻ വേണ്ടി പഴങ്കഞ്ഞി കഴിക്കാൻ തുടങ്ങി. അതാ ഞാൻ പറഞ്ഞ ആയുസ് കൂട്ടാൻ വേണ്ടിയാണ്. ഓക്കെ ജോർജ് സാർ, ഒത്തിരി ചർച്ചകൾക്ക് വേദിയായ പഴയ പട്ടിണിയും ഒക്കെ ഒരിക്കൽ കൂടി പ്രമേയമായിട്ട് വന്നു. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ആരും പറയുന്നില്ല? ബിനാമ എന്തെങ്കിലും പറയുന്നോ? ഓക്കെ ജോർജ് സാർ, അപ്പൊ നമുക്ക് നിർത്താം. ഓക്കെ. വൈലോപ്പള്ളിയുടെ ഒരു കഥയുണ്ട്, അരിയില്ലാഞ്ഞിട്ടെന്ന്. പറ. അതും ഇതുമായിട്ടൊരു കമ്പാരിസൺ തോന്നുന്നുണ്ട് എനിക്ക്. ആണോ? ഒരാള് മരിച്ചു കിടക്കുമ്പോ മരണാനന്തര ചടങ്ങ് ചെയ്യാൻ അരി ചോദിക്കുകയാണ് അവിടെ നാട്ടുകാര്. അപ്പൊ ഭാര്യ പറഞ്ഞു, അരി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങേ ഇപ്പൊ ചാവില്ലായിരുന്നു എന്ന്. ആ ദാരിദ്ര്യമാണ് അവിടെ വിളിച്ചു പറയുന്നത്. ശരിയാ. സോ ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ എല്ലാവർക്കും. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസിന്റെ മറ്റൊരു പാർട്ടും കൂടെ കേൾക്കാം. സോ താങ്ക് യു. സീ യു. ബൈ.